കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ക്രിസ്റ്റലൈൻ സോളിഡ്, അമോർഫസ് സോളിഡ് എന്നിങ്ങനെ. പിന്നെ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഓക്കെ, അതെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ക്രിസ്റ്റൽസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇതാ നോക്കൂ, ഒരു ക്രിസ്റ്റല്, ഇതൊരു ക്രിസ്റ്റലാണ്. അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഈ റൗണ്ട് ഇട്ട് വരച്ചിരിക്കുന്നത്. അത് ഈ ക്രിസ്റ്റലിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആണ്. ഒരു ക്രിസ്റ്റലില് അതിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് 3 ഡയമെൻഷണൽ സ്പേസിൽ അടുക്കി വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റീസ്. ഒരു ക്രിസ്റ്റലില് അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിള് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസില് അടുക്കി വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റീസ്. The arrangement of constituent particles of a crystal in a 3-dimensional space. ഒരു ക്രിസ്റ്റലില് അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഒരു 3-dimensional സ്പേസില് അടുക്കി വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റീസ്. The arrangement of constituent particles of a crystal in a 3-dimensional space. ഒരു ക്രിസ്റ്റലില് അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിള് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റീസ്. The arrangement of constituent particles of a crystal in a 3-dimensional space, that is called a crystal lattice. There were 14 crystal lattices are possible. 14 തരത്തിലാണ് ഇങ്ങനെ ക്രിസ്റ്റലിൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് അടുക്കി വെക്കാൻ പറ്റുന്നത്. അതിന് പറയുന്ന പേരാണ് ബ്രേവൈസ് ലാറ്റീസസ്. ബ്രേവൈസ് ലാറ്റീസസ്. There were 14 crystal lattices are possible. They are called ബ്രേവൈസ് ലാറ്റീസസ്. 14 ക്രിസ്റ്റൽ ലാറ്റീസസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് ബ്രേവൈസ് ലാറ്റീസസ്. അപ്പൊ എന്താ ക്രിസ്റ്റൽ ലാറ്റീസ്? ഒരു ക്രിസ്റ്റലില് അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിള് ഒരു 3-dimensional സ്പേസിൽ അടുക്കി വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റീസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റീസില് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, 3 ഇസഡ് ആക്സിസ്, ഇങ്ങനെ 3 ആക്സിസിനകത്ത് അടുക്കി വെച്ചിരിക്കുന്നു. ആ അടുക്കി വെച്ചിരിക്കുന്ന രീതിയാണ് എന്ന് വിളിക്കുന്നത് ക്രിസ്റ്റൽ ലാറ്റീസസ് എന്ന് വിളിക്കുന്നത്. 14 തരത്തിലാണ് നമുക്ക് ക്രിസ്റ്റലിൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ അടുക്കി വെക്കാൻ പറ്റുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ബ്രേവൈസ് ലാറ്റീസസ്. There were 14 crystal lattices are possible. They are called ബ്രേവൈസ് lattices. ഓക്കെ, ഇനി നമുക്ക് ക്രിസ്റ്റൽ ലാറ്റീസിലേക്ക് നോക്കാം. ക്രിസ്റ്റൽ ലാറ്റീസില് ഓരോ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യുന്ന പൊസിഷനെ വിളിക്കുന്ന പേരാണ് ലാറ്റീസ് പോയിന്റ് എന്ന് വിളിക്കും. ഒരു ക്രിസ്റ്റൽ ലാറ്റീസില് ഓരോ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യുന്ന പൊസിഷനെ വിളിക്കുന്ന പേരാണ് ലാറ്റീസ് പോയിന്റ്. The position occupied by constituent particle in a crystal lattice is termed as lattice point. ശ്രദ്ധിക്കൂ, ഞാൻ ഇവിടെ അടുത്തടുത്തിരിക്കുന്ന കുറച്ച് ലാറ്റീസ് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചപ്പോ കണ്ടോ, ഒരു ഷേപ്പ് കിട്ടിയുണ്ടോ, ഒരു ബേസിക് ഷേപ്പ് കിട്ടി. അടുത്തടുത്തിരുന്ന ലാറ്റീസ് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചപ്പോ ഒരു ബേസിക് ഷേപ്പ് കിട്ടി. ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കും. യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ എങ്ങനെ ഉണ്ടായേ? ഒരു ക്രിസ്റ്റൽ ലാറ്റീസില് അടുത്തടുത്തിരിക്കുന്ന ലാറ്റീസ് പോയിന്റുകളെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തപ്പോഴാണ് എന്തുണ്ടായത്? യൂണിറ്റ് സെൽ ഉണ്ടായത്. ഒരു ക്രിസ്റ്റൽ ലാറ്റീസില് അടുത്തടുത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തപ്പോഴാണ് നമുക്കൊരു ബേസിക് സെല്ല് കിട്ടിയത്. അതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. ഇപ്പൊ എന്താ യൂണിറ്റ് സെൽ? യൂണിറ്റ് സെൽ ഈസ് എ ബേസിക് സെൽ. അത് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോ എന്താ കിട്ടിയേ? കംപ്ലീറ്റ് ക്രിസ്റ്റൽ ലാറ്റീസ് കിട്ടിയില്ലേ? സോ അപ്പൊ യൂണിറ്റ് സെല്ല് ഒരു ബേസിക് സെല്ലാണ്. അതിങ്ങനെ അടുക്കി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കംപ്ലീറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ലാറ്റീസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഒരു ചുവരുണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബ്രിക്ക് കൊണ്ട്, കട്ട കൊണ്ടാണ്. ഒരു കട്ടയാണ് ഒരു യൂണിറ്റ് സെൽ. ആ കട്ടകൾ ഇങ്ങനെ അടുക്കി വെച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ചുവര് കിട്ടിയത്. സോ ആ കട്ടയാണ് യൂണിറ്റ് സെൽ. ആ ചുവരാണെന്ന് പറയുന്നത് ക്രിസ്റ്റൽ ലാറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു ബേസിക് സെല്ലാണ്. അത് റിപ്പീറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കംപ്ലീറ്റ് ക്രിസ്റ്റൽ ലാറ്റീസ് കിട്ടും.
Clear? അപ്പൊ എന്താ യൂണിറ്റ് സെൽ? യൂണിറ്റ് സെൽ ഈസ് എ ബേസിക് സെൽ വിച്ച് റിപ്പീറ്റഡ് over and over produce complete crystal lattice. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു ബേസിക് സെല്ലാണ്. അത് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ക്രിസ്റ്റൽ ലാറ്റീസ് കിട്ടും. ഈ യൂണിറ്റ് സെൽ നമ്മൾ എങ്ങനെയാണ് വരച്ചത്? അടുത്തടുത്തിരുന്ന ലാറ്റീസ് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? യൂണിറ്റ് സെല്ല് കിട്ടിയത്. ഈ യൂണിറ്റ് സെൽ ഇങ്ങനെ അടുക്കി വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ക്രിസ്റ്റൽ ലാറ്റീസ് കിട്ടും. Clear? So, a unit cell is a basic cell which repeated over and over produce complete crystal lattice. Enda crystal lattice? The arrangement of constituent particles of a crystal in a three-dimensional space is called a crystal lattice. ഒരു ക്രിസ്റ്റലില് അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഒരു 3-dimensional സ്പേസിൽ അടുക്കി വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റീസ്. 14 ക്രിസ്റ്റൽ ലാറ്റീസസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേവൈസ് ലാറ്റീസസ്. ഇനി ക്രിസ്റ്റൽ ലാറ്റീസിലെ ഓരോ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളും ഒക്കുപ്പൈ ചെയ്യുന്ന പൊസിഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റീസ് പോയിന്റ്. ദ പൊസിഷൻ ഒക്കുപ്പൈഡ് ബൈ constituent particle in a crystal lattice is termed as lattice point. നമ്മൾ അടുത്തടുത്തിരുന്ന ലാറ്റീസ് പോയിന്റുകളെ തമ്മിൽ എന്ത് ചെയ്തു? കണക്ട് ചെയ്തപ്പോൾ നമുക്കൊരു ബേസിക് സെല്ല് കിട്ടി. അതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. സോ എന്താ യൂണിറ്റ് സെൽ? യൂണിറ്റ് സെൽ ഈസ് എ ബേസിക് സെൽ which repeated over and over produce complete crystal lattice. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു ബേസിക് സെല്ലാണ്. അത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കംപ്ലീറ്റ് ക്രിസ്റ്റൽ ലാറ്റീസ് കിട്ടും. ക്ലിയർ? സോ അപ്പോ ക്രിസ്റ്റൽ ലാറ്റീസിലെ ബേസിക് സെല്ലാണ് എന്ന് പറയുന്നത് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് സെല്ല് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കംപ്ലീറ്റ് ക്രിസ്റ്റൽ ലാറ്റീസ് കിട്ടും. ഞാൻ ഇവിടെ ഒരു യൂണിറ്റ് സെല്ലിന്റെ പടമാണ് എടുത്തു വരച്ചിരിക്കുന്നത്. ഈ യൂണിറ്റ് സെല്ല് ഓരോ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യുന്ന പൊസിഷൻസ് അതിനെ വിളിക്കുന്ന പേരാണ് ലാറ്റീസ് പോയിന്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. യൂണിറ്റ് സെല്ലിന് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യുന്ന പൊസിഷന്റെ ബേസിൽ unit cells are classified into two. They are primitive unit cell and centered unit cell. ഒരു യൂണിറ്റ് സെല്ല് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യുന്ന പൊസിഷന്റെ ബേസില് യൂണിറ്റ് സെല്ലിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാ? പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും സെന്റേഡ് യൂണിറ്റ് സെല്ലും. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും സെന്റേഡ് യൂണിറ്റ് സെല്ലും. ഈ യൂണിറ്റ് സെല്ലിലേക്ക് നോക്കി കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എവിടെയാണ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്? ഈ യൂണിറ്റ് സെല്ലിന്റെ കോർണറുകളിലല്ലേ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്? എത്ര കോർണർ ഉണ്ട്? 8 കോർണറുകളുണ്ട്. സോ ഈ യൂണിറ്റ് സെല്ല് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിലാണ്. അങ്ങനെയാണെങ്കിൽ ആ യൂണിറ്റ് സെല്ല് വിളിക്കുന്ന പേരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലില് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിള് ആ യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ മാത്രമാണ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് primitive unit cell. എന്താ primitive unit cell? In a primitive unit cell, constituent particles are present on all the corners of the unit cell. എവിടെ constituent particle ഇരിക്കുന്നേ? യൂണിറ്റ് സെല്ലിന്റെ കോർണറുകളിൽ മാത്രമേ പാർട്ടിക്കിൾ കാണുകയുള്ളൂ. അതാണ് primitive unit cell. ഓക്കെ, സെക്കൻഡ് വൺ, സെന്റേഡ് യൂണിറ്റ് സെൽ. എന്തായിരിക്കും സെന്റേഡ് യൂണിറ്റ് സെൽ? സെന്റേഡ് യൂണിറ്റ് സെല്ല് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിള് യൂണിറ്റ് സെല്ലിന്റെ എല്ലാ കോർണറുകളിലും കാണും. അതുകൂടാതെ വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ കൂടെ കാണും. കോർണറുകളിൽ കൂടാതെ മറ്റേതെങ്കിലും ഒരു പൊസിഷനിൽ കൂടെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെന്റേഡ് യൂണിറ്റ് സെൽ. In centered unit cell, constant particles are present on all the corners of the unit cell and also some other position. എല്ലാ കോർണറുകളിലും പാർട്ടിക്കിൾ കാണും. കോർണർ കൂടാതെ മറ്റേതെങ്കിലും പൊസിഷനിൽ കൂടെ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് centered unit cell. In centered unit cell, constant particles are present on all the corners of the unit cell and also some other position.
അപ്പൊ എന്താ യൂണിറ്റ് സെൽ? യൂണിറ്റ് സെൽ ഈസ് എ ബേസിക് സെൽ which repeated over and over produce complete crystal lattice. യൂണിറ്റ് സെൽ എന്ന് പറയുന്ന ഒരു ബേസിക് സെൽ ആണ്. അത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ നമുക്ക് കംപ്ലീറ്റ് ക്രിസ്റ്റൽ ലാറ്റീസ് കിട്ടും. യൂണിറ്റ് സെല്ലില് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യുന്ന പൊസിഷന്റെ ബേസില് യൂണിറ്റ് സെൽസിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്നെന്താ? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്താ? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ അതില് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എവിടെ ആയിരിക്കുന്നേ? യൂണിറ്റ് സെല്ലിലെ കോർണേഴ്സിൽ മാത്രമേ കാണുകയുള്ളൂ. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺലി ഓൺ ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. അതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സെന്റേഡ് യൂണിറ്റ് സെൽ. എന്താ സെന്റേഡ് യൂണിറ്റ് സെൽ? സെന്റേഡ് യൂണിറ്റ് സെല്ല് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എല്ലാ കോർണറുകളിലും കാണും. കോർണർ കൂടാതെ മറ്റേതെങ്കിലും പൊസിഷനിൽ കൂടെ കാണും. കോർണറുകളിൽ ഉറപ്പായിട്ടും കാണും. 8 കോർണറിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. അതുകൂടാതെ മറ്റേതെങ്കിലും ഒരു പൊസിഷനിൽ കൂടെ കോൺസ്റ്റിറ്റ്യൂന്റ്, ഒന്നോ അതിൽ കൂടുതലും പൊസിഷനിൽ കൂടെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ വന്നാൽ അതാണ് സെന്റേഡ് യൂണിറ്റ് സെൽ. In centered unit cell, constituent particles are present on all the corners of the unit cell and also some other positions. Centered unit cell is again classified into 3. Centered unit cell നെ വീണ്ടും 3 ആയി തിരിച്ചിട്ടുണ്ട്. അതില് ഒന്നാമത്തതാണ് ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ. ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ. ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എല്ലാ കോർണറുകളിലും കാണും. എല്ലാ കോർണറുകളിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. അതുകൂടാതെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എവിടെ കാണും? ആ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിൽ കൂടി കാണും. എല്ലാ കോർണറുകളിലും പാർട്ടിക്കിൾ കാണും. അതുകൂടാതെ ഒരു പാർട്ടിക്കിൾ ആ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിൽ കൂടെ, അതാണ് ബോഡി സെന്റർ എന്ന് പറയുന്നത്, അവിടെ കൂടെ ഒരു പാർട്ടിക്കിൾ കാണും. എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ. ഇൻ ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ, കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺ all the corners of the unit cell and also in the body center. എല്ലാ കോർണറുകളിലും പാർട്ടിക്കിൾ കാണും. അതുകൂടാതെ ബോഡി സെന്ററിലും പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ. In body centered unit cell, constituent particles are present on all the corners of the unit cell and also on the body cell. എല്ലാ കോർണറുകളിലും അതുകൂടാതെ ആ യൂണിറ്റ് സെല്ലിന്റെ ആ സെന്റർ, ബോഡി സെന്ററിലും കൂടെ ഒരു പാർട്ടിക്കിൾ കാണും. ആൻഡ് സെക്കൻഡ് വൺ, ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ. ഒരു ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ നമ്മൾ എടുത്താൽ, ഇതിന് ഞാനിപ്പോ ഒരു യൂണിറ്റ് സെൽ ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഒരു ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ എടുത്താൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിള് എല്ലാ കോർണറുകളിലും കാണും. ഇതിന് 8 കോർണർ ഉണ്ട്. 8 കോർണറുകളിലും ആര് കാണും? കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. 8 കോർണറുകളിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. അതുകൂടാതെ ഇത് ഒരു യൂണിറ്റ് സെല്ലിന്റെ ഒരു ഫേസ് അല്ലേ? ഈ ഫേസിന്റെ സെന്റർ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ, ഇതിന്റെ ഫേസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. ഇത് മറ്റൊരു ഫേസ് അല്ലേ? ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. അടുത്തതായി ഇതൊരു ഫേസ് ആണ്, അതിന്റെ സെന്ററിൽ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. അടുത്ത ഇതൊരു ഫേസ് ആണ്, അതിന്റെ സെന്റർ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. അടുത്ത ഇതൊരു ഫേസ് ആണ്, അതിന്റെ സെന്റർ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. ഇതൊരു ഫേസ് ആണ്, അതിന്റെ സെന്ററിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. ദാറ്റ് ഈസ് എവിടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഉള്ളത്? എല്ലാ കോർണറുകളിലും ഉണ്ട്. പിന്നെ 6 ഫേസിന്റെയും സെന്റർ, 1, 2, 3, 4, 5, 6 ഫേസിന്റെയും സെന്ററിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. അതാണ് ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എല്ലാ കോർണറിലും കാണും. പിന്നെ ഇതൊരു ഫേസ് ആണ്, ആ ഫേസിന്റെ സെന്ററിൽ, അടുത്ത ഫേസിന്റെ സെന്ററിൽ, അടുത്ത ഫേസിന്റെ സെന്റർ, ആ ഫേസിന്റെ സെന്റർ, ഫേസിന്റെ സെന്റർ, ഇങ്ങനെ എല്ലാ ഫേസുകളുടെയും സെന്ററിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. അതാണ് ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ. എന്താ ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ? അതില് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ യൂണിറ്റ് സെല്ലിന്റെ കോർണറുകളിൽ കാണും. അതുകൂടാതെ 6 ഫേസുകളുടെയും സെന്ററിലും കാണും. 6 ഫേസിന്റെയും സെന്ററിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. അതാണ് ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ. ആൻഡ് തേർഡ് വൺ ഈസ് എൻ സെന്റേഡ് യൂണിറ്റ് സെൽ. എൻ സെന്റേഡ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത, കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എല്ലാ കോർണറുകളിലും കാണും.
8 കോർണറിൽ ഉറപ്പായിട്ടും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. അതുകൂടാതെ ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസ്, ഇപ്പോ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഇരിക്കുവാണ് എങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ആയി ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ആയി ഇവിടെ ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസ്. ഓക്കെ, അതല്ല ഇവിടെയാണുള്ളെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ആയി ഇവിടെ, അതല്ല ഇവിടെയാണുള്ളെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ആയി ഇവിടെ, ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസിലും കാണും. അതാണ് n സെന്റേഡ് യൂണിറ്റ്സ്. എവിടെയൊക്കെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉള്ളേ? എല്ലാ കോർണറുകളിലുമുണ്ട്. അതുകൂടാതെ ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസ് ഉണ്ട്, ഒന്നുകിൽ ഇവിടെ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ ഇവിടെ, അതല്ലെങ്കിൽ ഇവിടെ അപ്പർ സൈഡ്. ക്ലിയർ? അതാണ് n സെന്റേഡ് യൂണിറ്റ്സ്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എല്ലാ കോർണറുകളിലും കാണും. അതുകൂടാതെ ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസ് സെന്ററുകളിലും കാണും. ഇതാണ് യൂണിറ്റ് സെൽസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്? യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു ബേസിക് സെല്ലാണ്. അത് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോ നമുക്ക് എന്താ കിട്ടിയേ? കംപ്ലീറ്റ് ക്രിസ്റ്റൽ ലാറ്റീസ് കിട്ടി. ഒരു യൂണിറ്റ് സെല്ല് നമ്മൾ എന്ത് ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത്? ഓൺ ദ ബേസിസ് ഓഫ് പൊസിഷൻ ഒക്കുപ്പൈഡ് ബൈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യുന്ന പൊസിഷന്റെ ബേസില് നമ്മൾ യൂണിറ്റ് സെല്ലിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ എന്താ? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. എന്താ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എവിടെ മാത്രമേ ഉള്ളൂ? 8 കോർണറുകളിൽ മാത്രമേ ഉള്ളൂ. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺ ഓൾ ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ആൻഡ് സെക്കൻഡ് വൺ, സെന്റേഡ് യൂണിറ്റ് സെൽ. എന്താ സെന്റേഡ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത? അതില് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിള് എല്ലാ കോർണറുകളിലും കാണും. അതുകൂടാതെ മറ്റേതെങ്കിലും പൊസിഷനിൽ കൂടി കാണും. ഇൻ സെന്റേഡ് യൂണിറ്റ് സെൽ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺ all the corners of the unit cell and also in some other position. Clear? അതില് 3 സബ് ഡിവിഷൻ ഉണ്ട്. ഒന്ന് ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ. ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ എവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉള്ളേ? എല്ലാ കോർണറുകളിലും ഉണ്ട്. 8 കോർണറിലും ഉണ്ട്. പിന്നെ ബോഡി സെന്ററിലും 8 കോർണറുകളിലും പാർട്ടിക്കിൾ കാണും. പിന്നെ ആ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ കൂടെ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് body centered unit cell. Constant particles are present on all the corners of the unit cell and also on the body center. And second one is face centered unit cell. In the face centered unit cell, constant particles are present on all the corners of the unit cell and also center of all the 6 faces. ഓരോ ഫേസിന്റെയും സെന്റർ 8 കോർണറിലും പാർട്ടിക്കിൾ കാണും. പിന്നെ 6 ഫേസിന്റെയും സെന്ററിലും പാർട്ടിക്കിൾ കാണും. അതാണ് ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ. ആൻഡ് തേർഡ് വൺ, എൻ സെന്റേഡ് യൂണിറ്റ് സെൽ. എൻ സെന്റേഡ് യൂണിറ്റ് സെൽ എവിടെ പാർട്ടിക്കിൾ ഉള്ളത്? 8 കോർണറുകളിലും പാർട്ടിക്കിൾ കാണും. പിന്നെ ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസ് ഉണ്ട്. എല്ലാ ഫേസിന്റെ സെന്ററിൽ കാണില്ല. ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററുകളിലും കാണും. ഇതാണ് യൂണിറ്റ് സെൽസിന്റെ ക്ലാസിഫിക്കേഷൻ. ഒന്നും കൂടെ നോക്കിയാൽ നമുക്ക് എന്താണ് ക്രിസ്റ്റൽ ലാറ്റീസ് എന്ന് പറയുന്നത്? ഒരു ക്രിസ്റ്റലില് അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ അടുക്കി വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റീസ്. 14 ക്രിസ്റ്റൽ ലാറ്റീസസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് ബ്രേവൈസ് ലാറ്റീസസ്. 14 crystal lattices are possible. They are called Bravais lattices. ഇനി ക്രിസ്റ്റൽ ലാറ്റീസില് ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളും ഒക്കുപ്പൈ ചെയ്യുന്ന പൊസിഷനെ വിളിക്കുന്ന പേരാണ് ലാറ്റീസ് പോയിന്റ്. ക്രിസ്റ്റൽ ലാറ്റീസില് ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളും ഒക്കുപ്പൈ ചെയ്യുന്ന പൊസിഷനെ നമ്മൾ ലാറ്റീസ് പോയിന്റ് എന്ന് വിളിക്കുന്നു. അടുത്തടുത്തിരിക്കുന്ന ലാറ്റീസ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഒരു ബേസിക് സെൽ കിട്ടി. ആ ബേസിക് സെൽ നമ്മൾ വിളിച്ച പേരാണ് യൂണിറ്റ് സെൽ. So, എന്താ യൂണിറ്റ് സെൽ? ഇറ്റ് ഈസ് എ ബേസിക് സെൽ വിച്ച് റിപ്പീറ്റഡ് ഓവർ ആൻഡ് ഓവർ പ്രൊഡ്യൂസ് കംപ്ലീറ്റ് ക്രിസ്റ്റൽ ലാറ്റീസ്. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു ബേസിക് സെല്ലാണ്. അതിങ്ങനെ അടുക്കി വെച്ചപ്പോ നമുക്ക് കംപ്ലീറ്റ് ക്രിസ്റ്റൽ ലാറ്റീസ് കിട്ടി. ഈ യൂണിറ്റ് സെല്ല്
കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യുന്ന പൊസിഷന്റെ ബേസില് നമ്മൾ യൂണിറ്റ് സെല്ലിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, രണ്ട് സെന്റേഡ് യൂണിറ്റ് സെൽ. എന്താ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത? അതില് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എവിടെ മാത്രമേ ഉള്ളൂ? കോർണേഴ്സ് ഓഫ് ദി യൂണിറ്റ് സെൽ ആണ് ഉള്ളത്. എല്ലാ കോർണർ യൂണിറ്റ് സെല്ലിന്റെ 8 കോർണറുകളിൽ മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ സെന്റേഡ് യൂണിറ്റ് സെൽ. എന്താ പ്രത്യേകത? കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺ all the corners of the unit cell and also some other position. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എല്ലാ കോർണറുകളിലും ഉണ്ട്, അതുകൂടാതെ വേറെ ഏതെങ്കിലും പൊസിഷൻ കൂടി കാണും. അതാണ് സെന്റേഡ് യൂണിറ്റ് സെൽ. അതിന് 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ. ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ എവിടെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഉള്ളേ? എല്ലാ കോർണറുകളിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഉണ്ട്, അതുകൂടാതെ ആ യൂണിറ്റ് സെല്ലിന്റെ ബോഡി സെന്ററിൽ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. അതാണ് ബോഡി സെൽ. ആൻഡ് സെക്കൻഡ് വൺ ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ. എവിടെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഉള്ളത്? എല്ലാ കോർണറുകളിലും 8 കോർണറിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. പിന്നെ എല്ലാ ഫേസുകളുടെ സെന്ററിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. 8 കോർണറിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. പിന്നെ 6 ഫേസിന്റെയും സെന്ററിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. അതാണ് ഫേസ് സെന്റേഡ്. അടുത്തത് എൻ സെന്റേഡ് യൂണിറ്റ് സെൽ. എൻ സെന്റേഡ് യൂണിറ്റ് സെൽ എവിടേക്കാ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഉള്ളേ? 8 കോർണറുകളിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ കാണും. പിന്നെ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസ് സെന്റർ, ഒരു ഫേസ് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ, അതല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ്, ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്റർ 8 കോർണറിലും കാണും. പിന്നെ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ന് വിളിക്കുന്നത് എൻ സെന്റേഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നു. ഇതാണ് യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ. യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പൊസിഷൻ occupied by constituent particle. Unit cells are classified into primitive and centered unit cell.